ഇന്നത്തെ തലമുറ ഒരുപക്ഷെ ബ്രസീലിനെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. 21-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള ഫുട്ബോൾ കാലഘട്ടം കണ്ടു തുടങ്ങിയവർക്ക് അതല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? ആ നൂറ്റാണ്ടിൽ നിന്നും ഒരു ദശാബ്ദം പുറകോട്ടൊന്ന് പോകാനാകുമെങ്കിൽ 2002 വേൾഡ് കപ്പിലെ മതിവരാത്ത നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് സാക്ഷിയാകാൻ സാധിക്കും. അതുമാത്രം മതിയാകും ഇന്ന് ഈ ലോകത്ത് സംഭവിച്ച എല്ലാത്തിനും പകരം വയ്ക്കുവാൻ. 94 വേൾഡ് കപ്പിന് ശേഷം 2002 ബ്രസീൽ കിരീടം ഉറപ്പിക്കുമ്പോൾ അത് അവരുടെ ശക്തി ലോകത്തോട് വിളിച്ചു പറയുന്ന വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു. ദൂരെ നിന്ന് നോക്കിയാൽ പോലും ഏതൊരു എതിരാളിയുടെയും കൺതടങ്ങൾ വിറയ്ക്കുന്ന തരത്തിലായിരുന്നു ആ ജേഴ്സിയിലെ അന്നത്തെ തലമുറ. അന്നത്തെ ബ്രസീലിൻ്റെ വൈക്കിംഗ് കാലഘട്ടം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരുന്നുവെങ്കിൽ, ആ യുഗം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, അതുപോലൊരു ടീമിനെ ഒരു കാലത്തും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ആ തിരനിറച്ച തോക്കുകളെക്കാൾ ഭീമാകാരമായ കൂട്ടങ്ങളിലൊന്ന് പിന്നീട് ഈ ഫുട്ബോളിൽ സംഭവിച്ചിട്ടുമില്ല. റൊണാൾഡോ നസാരിയോ, റിവാൾഡോ, റൊണാൾഡിനോ, കക്ക, കഫു, റോബർട്ടോ കാർലോസ് അടങ്ങുന്ന മികച്ച താരങ്ങളെ കുത്തിനിറച്ച ബ്രസീൽ കാലഘട്ടം അതൊരു ഹരം തന്നെയായിരുന്നു. തങ്ങൾക്ക് മുന്നിൽ വരുന്ന എതിരാളികളെ തച്ചു തകർക്കുന്നതിൽ മാത്രം ഹരം കൊണ്ടിരുന്ന ദ റിയൽ വൈക്കിംഗ് എറ.